നടക്കുന്ന ഇൻസിഡന്റും എല്ലാം ഒരു സിംഗിൾ ഷോട്ടിൽ നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഉള്ള ചിന്തയെന്നാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പൊ അതിൽ പരീക്ഷണം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് കാണുന്ന ആൾക്കാർ ഡിസൈഡ് ചെയ്യേണ്ടുന്ന ഒരു ഫാക്ടറാണ്. അവര് അതിനുവേണ്ടി എടുത്ത എഫേർട്ട് ഡെഫിനറ്റ്ലി നമ്മൾ വേറൊരു സിനിമയ്ക്ക് ഒരാൾ എടുക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ളൊരു പേരും അതിനിട്ടുള്ളത് അങ്കമാലി ഡയറീസ്. ഒരുപാട് സംഭവങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് സിനിമ ഉണ്ടായിട്ടുള്ളത്. കട്ട ലോക്കൽ എന്ന് പറഞ്ഞാൽ കട്ട ലോക്കൽ. അങ്കമാലി ഡയറീസ് എന്ന് പറയുന്നത് ഒരു ആ നാടിനെ കുറിച്ചാണ് നമ്മുടെ സിനിമ. അപ്പോൾ ആ നാട്ടിലെ ലൈഫ്, അവിടുത്തെ ഫുഡ് ഹാബിറ്റ്സ്, അവിടുത്തെ തമാശകള്, ആളുകളുടെ സർക്കാസം, അവിടുത്തെ ക്രൈം, അങ്ങനെ എല്ലാത്തിന്റെ ഒരു മിക്സ് ആണെന്ന് പറയേണ്ടി വരും അങ്കമാലി ഡയറീസ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ളൊരു പേരും അതിനിട്ടുള്ളത് അങ്കമാലി ഡയറീസ്. ഒരുപാട് സംഭവങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് സിനിമ ഉണ്ടായിട്ടുള്ളത്. അതൊരു പർട്ടിക്കുലർ നായകനെ ഫോളോ ചെയ്യുന്ന ഒരു നരേറ്റീവ് എല്ലാ സിനിമയ്ക്കുള്ളത്. നമ്മൾ ഒരുപാട് ആളുകളെ ഒരുമിച്ച് ഫോളോ ചെയ്യുന്നുണ്ട് സിനിമയ്ക്കകത്ത്. കട്ടലോക്കൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഞാൻ നമ്മൾ വളരെ മണ്ണിൽ ഉറച്ചു നിന്നുകൊണ്ട് പറയുന്ന കഥയാണെന്ന്, മണ്ണിന്റെ വളരെ നമുക്ക് അടുത്ത് പരിചയമുള്ളൊരു കഥ എന്നുള്ള നിലയ്ക്കാണ് അത്രയും എല്ലാവർക്കും മനസ്സിലാവുന്ന ഇതെന്നുള്ള നിലയിൽ നമ്മൾ അങ്ങനെ വേർഡ് യൂസ് ചെയ്തു. ഒരു ക്യാച്ച് ഫ്രേസ് മാത്രമാണല്ലോ. അങ്കമാലിയുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് ഈ അവിടുത്തെ ഈ പന്നിക്കച്ചവടം എന്ന് പറയുന്ന ഇത്. അങ്കമാലി ഒരു നഗരത്തിന്റെ ഒരു വളർച്ച തന്നെ ആക്ച്വലി അവിടെ ഉണ്ടായിരുന്നൊരു ഈ പന്നി കച്ചവടവും മാർക്കറ്റും ഒക്കെ തന്നെയാണ്. അപ്പൊ അവിടെ നിന്നാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിലേക്കും പന്നി കയറി പോകുന്നതും. അവിടെ ഒരുപാട് ഈ പിഗ് ഫാമിംഗ് അവിടെ പ്രോപ്പർലി ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ജനറൽ ഐക്കൺ എന്നുള്ള രീതിയിൽ നമ്മൾ പന്നിയുടെ ഒരു പിക്ചർ യൂസ് ചെയ്തെന്നുള്ളൂ. അത് അവിടുത്തെ ഭൂരിഭാഗം കടകളിലൊക്കെ അവർ വരച്ചു വെച്ചിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ഒരു ഫിഗർ. അങ്ങനെ എടുത്തു പറയാന്ന് ഇല്ല. പക്ഷെ ഒരു നായകൻ എന്ന് പറയുന്നത് നമ്മൾ ആന്റണി വർഗീസിനെയാണ് പറയാൻ പറ്റുക. കാരണം നായകനാണ് നരേറ്റ് ചെയ്യുന്നത് സ്റ്റോറി, സിനിമയുടെ കഥ. പക്ഷെ അതല്ലാതെ ആ നാട്ടിൽ ഒരുപാട് കഥാപാത്രങ്ങളുടെ കഥ ഒരുമിച്ച് നമ്മൾ പറയുന്നതാണ് സിനിമ. പിന്നെ ഹീറോയിൻസ് എന്ന് പറയാവുന്ന 2-3 ആളുകളുണ്ട്. അപ്പോ ഒരു ബിന്നി എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ട്, സഖി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നു. പിന്നെ രേഷ്മ ഉണ്ട്. അങ്ങനെ 2-3 ആളുകളുണ്ട് ഹീറോയിൻസ് ആയിട്ട്. നമ്മുടെ ഫിലിമിന്റെ ഷൂട്ട് ആക്ച്വലി വളരെ റിലാക്സ്ഡും സ്മൂത്തും ആയിരുന്നു. അതിന് കാരണം ഈ ഇത്രയും പേര് പുതുമുഖങ്ങളാണെന്നുള്ളത് ഒഴിച്ചാൽ അവര് അതിനുവേണ്ടി എടുത്ത എഫേർട്ട് ഡെഫിനറ്റ്ലി നമ്മൾ വേറൊരു സിനിമയ്ക്ക് ഒരാൾ എടുക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും ചിലപ്പോൾ. കാരണം സ്ക്രിപ്റ്റ് പ്രോപ്പർലി ഓരോരുത്തരും പഠിക്കുകയും അവരുടെ ഡയലോഗ്സ് എല്ലാം തന്നെ സിനിമയ്ക്ക് മുമ്പേ ബൈഹാർട്ട് ചെയ്യും. അവരുടെ സീനുകൾ എങ്ങനെ ബെറ്റർ ചെയ്യാം എന്ന് അവർക്കിടയിൽ തന്നെ അവർ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ ഒരു 42 ദിവസമാണ് ഞങ്ങൾ ടോട്ടലി ഫിലിം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഒരുപാട് വലിയ സീക്വൻസുകളുണ്ട്, ഫൈറ്റ്സ് ഉണ്ട്, എല്ലാം ഇൻവോൾവ് ആണ്. പക്ഷെ നമുക്കൊരു പുതിയ ആളുകളെ വെച്ചൊരു സിനിമ എടുക്കുന്നത് എനിക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് അനുഭവപ്പെട്ടത്. കാരണം അവരുടെ സ്പിരിറ്റ് ഭയങ്കരമായിരുന്നു. അതായത് അതിൽ വന്ന് പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ഓരോ സീൻ അവർ മറ്റാളേക്കാൾ ബെറ്റർ ആവാനൊരു വളരെ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റോടു കൂടിയാണ് അവർ വർക്ക് ചെയ്തത്. അപ്പോൾ അതെല്ലാം ഗുണം ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക്. മ്യൂസിക് ഇപ്പൊ ഞാൻ എന്റെ എല്ലാ ഫിലിംസും ഞാൻ മ്യൂസിക് വർക്ക് ചെയ്തിട്ടുള്ളത് പ്രശാന്തുമായിട്ടാണ്. അത് വേറൊരാൾ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള താല്പര്യക്കുറവുകൊണ്ടല്ല, അത് ഞങ്ങള് തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അത്രയും ഈസി ആയതുകൊണ്ടാണ് പ്രശാന്തുമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ പാട്ടുകളും ഈ അങ്കമാലിയുടെ ഒരു കൾച്ചറിൽ നിന്ന് സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്ന ഈ നാടിനെ പറ്റിയുള്ള ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് അവിടുത്തെ തന്നെ സംഗീതം വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവിടുത്തെ പ്രാഞ്ചിയാശാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കക്ഷിയെ ഞങ്ങൾ തന്നെ തപ്പിപ്പിടിക്കും. അപ്പോൾ ആള് ആണ് ഇതിലെ ആളുടെ കയ്യിലുണ്ടായിരുന്ന നാടൻ പാട്ടുകളാണ് ഞങ്ങൾ പിന്നീട് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് ആള് തന്നെയാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ പാടി മുൻപരിചയമുള്ള ഒരാളല്ല. അപ്പൊ അത്തരത്തിലുള്ളൊരു ഭയങ്കര ഒരു മണ്ണിന്റെ ഒരു സൗണ്ടിങ് ഉള്ള ഒരു തരത്തിലുള്ള പാട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആളുകൾക്ക് പെട്ടെന്ന് അത് അടുത്ത് മനസ്സിലായത്. അപ്പോൾ അത് ആ മ്യൂസിക് അത്തരത്തിലുള്ള മ്യൂസിക് വർക്കായത്
അതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. അത് ഇപ്പൊ നമ്മൾ അത് ലിറ്ററലി അത് നമ്മൾ ചെയ്ത ഷോട്ട് ഭയങ്കര ഗംഭീര ഷോട്ട് എന്ന് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പറച്ചിലായിരുന്നില്ല. അതിന് റീസൺ ആക്ച്വലി നമ്മുടെ സിനിമയെ സംബന്ധിച്ച് ഇത്രയും പേര് പുതിയതായിട്ടുള്ള ആളുകൾ അഭിനയിക്കുന്ന ഒരു സിനിമയെ സംബന്ധിച്ച് ഇത്തരം സിനിമയുടെ ഒരുപക്ഷെ ടെക്നിക്കലായിട്ടുള്ള ഇത്തരം ആസ്പെക്റ്റുകളായിരിക്കും ആളുകളെ കൂടുതൽ സിനിമാ തിയേറ്ററിലേക്ക് കൊണ്ടുവരിക. അതിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ളൊരു ഷോട്ടിനെ പറ്റി ഞങ്ങൾ റിവീൽ ചെയ്തത്. അപ്പോൾ സിനിമയുടെ ടോട്ടൽ ട്രീറ്റ്മെന്റ് തന്നെ ലോങ് സിംഗിൾ ടേക്സ് എന്നുള്ള തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ അതിന്റെ ക്ലൈമാക്സ് ഒരു ക്ലൈമാക്സ് സീക്വൻസ് ഒരു 10,000 മേലെ ആളുകളുള്ള ഒരു വലിയ സീക്വൻസ് ആണ്. അപ്പോൾ അത് ആ ലൊക്കേഷനും ആ സ്ഥലവും നടക്കുന്ന ഇൻസിഡന്റും എല്ലാം ഒരു സിംഗിൾ ഷോട്ടിൽ നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഉള്ള ചിന്തയിൽ നിന്നാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ അത് ഞാൻ പല സ്ഥലത്തും പറഞ്ഞു, അതായത് ഇനി നമുക്കത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ ഇതിൽ ഞങ്ങൾക്ക് ഒരുപക്ഷെ എല്ലാവരുടെയും ഭാഗ്യവും ദൈവാനുഗ്രഹവും അവിടുത്തെ ആളുകളുടെ സഹകരണവും നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ എഫേർട്ടും എല്ലാം ക്യാമറമാൻ ഗിരീഷ് ഗംഗാധരന്റെ നമുക്ക് അൺബിലീവബിൾ ആയിട്ടുള്ളൊരു എഫേർട്ടാണ് ഗിരീഷ് എടുത്തിട്ടുള്ളത്. കാരണം ലിറ്ററലി അത് 11 മിനിറ്റ് ഒരു ക്യാമറ കണ്ടിന്യൂസ്ലി ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് അറിയുന്ന ആളുകൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അത്തരത്തിലുള്ളൊരു വളരെ ഒരു ഫിസിക്കൽ എഫേർട്ടും അതിന് പുറകിലുണ്ട് ആർട്ടിസ്റ്റുകളുടെയും എല്ലാവരുടെയും. അപ്പോൾ അതെല്ലാം ചേർന്നിട്ടാണ് ആ ഷോട്ട് ഉള്ളത്. അപ്പോൾ അത് സിനിമയോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ലെങ്തി ഷോട്ട് എടുക്കാൻ വേണ്ടി ഒരു എടുത്ത ഷോട്ടല്ല സത്യത്തിലത്. ഇല്ല, അങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യുന്നതല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ എനിക്ക് കൺവിൻസിങ് ആവുന്ന തരത്തിലുള്ള സ്ക്രിപ്റ്റുകളും സിനിമകളാണ് ഞാൻ ചൂസ് ചെയ്യുകയും ചെയ്യാറുള്ളത്. അപ്പൊ അതിൽ പരീക്ഷണം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് കാണുന്ന ആൾക്കാർ ഡിസൈഡ് ചെയ്യേണ്ടുന്ന ഒരു ഫാക്ടറാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമ ചെയ്യുന്നു എന്ന് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അല്ല, അത് എങ്ങനെ അങ്ങനെ അപ്പൊ അവരെ പോലുള്ളൊരു വലിയ ടാലൻസിനെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്റെ പേഴ്സണൽ ആഗ്രഹം അവരിലെ ആക്ടറിനെ, ഈ സ്റ്റാറിനേക്കാളും ആക്ടറെ യൂസ് ചെയ്യാനാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമ ഞങ്ങൾക്ക് ഒരുപോലെ അവർക്ക് കൺവിൻസിംഗ് ആവുന്ന ഒരു പ്രോജക്റ്റ് അങ്ങനെ ഓർഗനൈസ്ഡ് ആവുന്ന ഉറപ്പായിട്ടും അവരൊരുമിച്ച് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ എന്താ പറയുക, നിങ്ങളൊരു ഈ സിനിമ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് അകത്ത് ഇത്തരത്തിലുള്ള സീനുകളായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു പ്രീ കൺസീവ്ഡ് ഐഡിയയോടുകൂടി തിയേറ്ററിലേക്ക് വരരുതെന്നാണ് ഞാൻ പേഴ്സണലി റിക്വസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇത് നമ്മൾ പ്രതീക്ഷിച്ച് വരുന്നതായിരിക്കില്ല സിനിമ, വേറെ തരത്തിലുള്ള സിനിമയായിരിക്കും. അപ്പോൾ ഇത് ഒരു ഉത്സവം പോലെയാണ് ഇതിന്റെ ഒരു ടോട്ടൽ ഫോർമാറ്റ്. ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കുമുള്ള മെറ്റീരിയൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്ന രീതി നമ്മൾ വളരെ അടുത്ത് കണ്ട് പരിചയമുള്ള ആളുകൾ ഇടപെടുന്നത് പോലെയാണ് അതിൻ്റെ ഒരു സിനിമയുടെ ട്രീറ്റ്മെന്റ്. അപ്പോൾ ഇനി മൊത്തത്തിൽ കട്ട ലോക്കൽ എന്ന് മാത്രമാണ് എനിക്ക് ഈ സിനിമയെ പറ്റി പറയാനുള്ളൂ. അപ്പോൾ തിയേറ്ററിൽ നിന്ന് കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് സെൻസേഷൻ എന്റർടൈൻമെന്റ്.